ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആഫ്റ്റർ എ ലോങ് ടൈം. ഇപ്പം ഞാനിപ്പം എൻ്റെ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 4 വർഷത്തോളമായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് കടന്നു വന്നത് പലവർക്കും എന്നെ പണ്ടേ ഫോളോ ചെയ്യുന്നവർ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് പണ്ടേ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് കടന്നു വന്നതെന്ന് വെച്ചാൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. അതിൻ്റെ അടുത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല പഴയ ആനിമി കാർട്ടൂൺസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഞാൻ മലയാളത്തേക്ക് ഡബ് ചെയ്തായിരുന്നു ആദ്യമേ വന്നിട്ടുള്ളത്. അതിൽ കുറേ ബ്ലാക്ക് ഫ്ലാഷ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ആ ഒരു ഫീൽഡ് വിട്ടു. കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് പതുക്കെ ഡിസ്കറേജ് ആയിട്ട് ചെറിയ രീതിയിൽ ഞാൻ എന്താണ് ടെക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് അത് അത്ര രീതിയിൽ റെക്കഗ്നൈസ് ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ടെക്കാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തൊട്ട് ഈ ഒരു ചാനലിലൂടെ ഇടാൻ പോകുന്നത് വെച്ചാൽ ടെക് വീഡിയോസ് ആയിരിക്കും. ഓക്കെ, മെയിൻലി നമ്മൾ സൈബർ സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഇടാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈബർ സെക്യൂരിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കണ്ടന്റ് ആണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സൈബർ സെക്യൂരിറ്റിയിൽ വലിയ രീതിയിൽ ഇങ്ങനെ കണ്ടന്റ് കൊടുക്കുന്ന ചാനലുകളില്ല ഇപ്പോൾ പണ്ടത്തെ പോലെ. ഒക്കെ അതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒസിൻ്റെ ആണ്. അതായത് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അതായത് സൈബർ സെക്യൂരിറ്റി തന്നെ നിൽക്കുന്ന ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പേര് പറഞ്ഞതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ്, അതായത് ഓപ്പൺ സോഴ്സിൽ നമ്മൾ നോർമൽ വെബിൽ തന്നെ കുറേ അധികം പ്ലാറ്റ്ഫോംസ് അവൈലബിൾ, ലൈക്ക് ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ പല പല പ്ലാറ്റ്ഫോംസുണ്ട്. ചില വിക്കിപീഡിയ പോലുള്ള പ്ലാറ്റ്ഫോം. ഇവിടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട്, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്താണ് ഓരോ കാര്യത്തിനെ കുറിച്ച് ഇൻഫോർമേഷൻസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയെ കുറിച്ചോ ഒരു വ്യക്തിയെ കുറിച്ചോ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ എടുക്കാൻ പറ്റും. ഇതേപോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോംസിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ സൈബർ സെക്യൂരിറ്റി കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒസിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഒസിൻ്റെ ഫ്രെയിം വർക്ക് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രെയിം വർക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ വെബ്സൈറ്റ് ആണ്. അതായത് നമ്മൾ ഈ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ റിസോഴ്സസ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് അതിനെക്കുറിച്ചുള്ള അത് ഏതൊക്കെ റിസോഴ്സസ് ആണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു റോഡ് മാപ്പ് പോലത്തെ സംഭവമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഒസിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സൈറ്റ് ഞാൻ ലോഡ് ചെയ്തപ്പം ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് നമുക്ക് കാണാൻ പറ്റും. കാരണം യൂസർ നെയിം ആയിട്ട് ബന്ധപ്പെട്ട, ഇമെയിൽ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൊമൈൻ നെയിം, IP അഡ്രസ്സ്, ഇമേജസ്, പിന്നെ എന്താണ് ആൻഡ്രോയിഡ്, AI ടൂൾസ്. അപ്പോൾ ഇതിൽ ഓരോന്നിനും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒസിൻ ടൂൾസ് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇപ്പോൾ യൂസർ നെയിം ആണ്, യൂസർ നെയിം സെർച്ച് എഞ്ചിൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പിന്നെയും നമ്മൾ എടുക്കാൻ കണ്ടില്ലേ വാട്സ് മൈ വെബ് നെയിം, അങ്ങനെ കുറേ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് വെബിനെ കുറിച്ച് കാണാൻ പറ്റും, സോഷ്യൽ മീഡിയനെ കുറിച്ച് കാണാൻ പറ്റും. ഓക്കെ, സോഷ്യൽ മീഡിയ നമുക്ക് നോക്കുകയാണെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക്സ് ആണ്. ഇതിനകത്ത് ഒസിൻ്റെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് ഈ അതായത് സോഷ്യൽ നെറ്റ്വർക്ക്, നമ്മളെ സോഷ്യൽ മീഡിയ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിന് നമുക്ക് ഒസിൻ്റെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൂൾസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫേസ്ബുക്ക് ഉണ്ടായിരിക്കും, കുറേ എണ്ണം ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, റെഡിറ്റ് ഉണ്ട്, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആയിട്ട് നോർമൽ വെബിൽ നിന്ന് നമ്മൾ സർഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ ടൂൾസ് ഉണ്ട്, കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. അതുവഴി നമുക്ക് എന്താണ് ഒരു കാര്യത്തിനെ കുറിച്ചോ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനിയെ കുറിച്ചുള്ള ഡേറ്റകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് മെയിൻലി ഒസിൻ്റെ എന്ന് പറയുന്നത്. ഈ ഒസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രസകരമായ പ്ലാറ്റ്ഫോമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് വേബാക്ക് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വേബാക്ക് മിഷനെ കുറിച്ച് ചിലവർ കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഇത് കുറച്ച് ചില റീൽസിലൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേബാക്ക് മിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് ആണ്. ഇത് സത്യത്തിൽ ബിൽഡ് ചെയ്തതെന്ന് വെച്ചിട്ട് ഇന്റർനെറ്റ് അച്ചീവ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് എന്താണ് ഒരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു സംരംഭമാണ്. ഓക്കെ, ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 1995 മുതലേ ഇവർ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ബട്ട് ഇവരൊരു NGO ആയിട്ട് പുറത്തേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒക്ടോബർ 24, 2001 ഇവർ ഒരു NGO ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, കമ്പനിയായിട്ട് രജിസ്റ്റർ ആയിട്ടുള്ളൂ. ബട്ട് അതിന് മുമ്പ് വരെ അവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1995 മുതൽ വെബിലുണ്ടായിരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ് പേജസ് ഉണ്ടല്ലോ, ലൈക്ക് പോപ്പുലർ ആയിട്ടുള്ളതുണ്ട്, ഇനി അൺപോപ്പുലർ ആയിട്ടുള്ളതും ചിലത് ചെയ്യാറുണ്ട് ഇവർ. ഓക്കെ, അങ്ങനെ 1995 മുതലുള്ള ഇതേപോലെയുള്ള വെബ് പേജസിൻ്റെ എല്ലാം ഓരോരോ സ്നാപ്ഷോട്ടുകൾ അവർ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അതായത് എൻ്റെ മെയിൻലി HTML, CSS, JavaScript ആ ഒരു പേജുകളിലെ ഫുള്ളെല്ലാം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അവർ സൂക്ഷിച്ചിട്ട് അച്ചീവ് പോലെ ഒരു ലൈക്ക് എ ബിഗ് ഡാറ്റാബേസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് അവർ ബിൽഡ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വേബാക്ക് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് ആക്സസ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, നമ്മളിത് ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇത് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്, നമ്മൾ ഒസിൻറ്റിന് വേണ്ടി മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ടൂളും കൂടിയാണ് ഈ വേബാക്ക് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒസിൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടിയാണ് ഞാൻ ഈ ഒരു ഇതിൽ പറഞ്ഞു പോകുന്നത്. ഇതിനെങ്ങനെ യൂസ് ചെയ്യുന്നതാണല്ലോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ URL നോക്കാം. webachiev.org എന്നാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇതേപോലെ ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറൻറ്റ് ഇവിടെ മേളിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും, വെബ് പേജസ് കാണാൻ പറ്റും, ചില ആൾക്കാർ എഴുതിയ ആർട്ടിക്കിൾസ് കാണാൻ പറ്റും, പണ്ട് ചിലപ്പം ഇട്ടിരുന്ന ആർട്ടിക്കിൾസ് ചിലപ്പം പിന്നെ ഡിലീറ്റ് ചെയ്ത് പോയായിരിക്കും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ വീഡിയോസ് കാണാൻ പറ്റും, പണ്ട് ഡിലീറ്റ് ആയിരുന്ന, അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പണ്ട് അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോസിൻ്റെയൊക്കെ സ്നാപ്ഷോട്ട്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു പേജിലുള്ള വീഡിയോസ് നമുക്ക് പിന്നെ വാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഓഡിയോ ചിലപ്പം ഡിലീറ്റ് ആയിപ്പോൾ ഓഡിയോ ഫയൽസോ സോഫ്റ്റ്വെയറോ അങ്ങനെയുള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് സോഫ്റ്റ്വെയർ കുറേ കിട്ടാറുണ്ട്, ലൈക്ക് മാക് OSൻ്റെ ഒക്കെ പഴയ വെർഷൻസ് ഉണ്ടല്ലോ, അതിപ്പം ചിലത് അവൈലബിൾ ആക്കിയല്ലോ, അതൊക്കെ നമുക്ക്, പിന്നെ ലിനക്സിൻ്റെ പഴയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ സഹായിക്കാറുണ്ട് ഈ ഒരു സംഭവം, ഇൻ്റർനെറ്റ് അച്ചീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ നമുക്ക് മണ്ടയിൽ ഒരു URL അല്ലെങ്കിൽ വേർഡ്, എന്തെങ്കിലും വേർഡ്സ് ടൈപ്പ്, നിങ്ങൾ എന്തിനെ കുറിച്ചാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഒരു കേസ് സ്റ്റഡി പോലെയാണ് പറയുന്നത്. പണ്ട്, അതായത് 2019 ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് അമേരിക്കൻ യൂട്യൂബ് ചാനലാണ്. ഓക്കെ, ക്രിസ് മോൺറോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്, ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ ആണ് തുടങ്ങിയത്. ഓക്കെ, ക്രിസ്റ്റഫർ മോൺറോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. ഓക്കെ, പുള്ളിക്കാരൻ 2012 ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആവാൻ തുടങ്ങിയെന്ന് വെച്ചാൽ 2019, 2018 സമയത്താണ്. ഓക്കെ, അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല രീതിയിലുള്ള പ്രാങ്ക് വീഡിയോസ് ആയിരുന്നു. ഇപ്പോൾ പ്രാങ്ക് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ കുറേ രീതിയിൽ കാണാറുണ്ടല്ലോ, അത് മാത്രമല്ല ചെയ്തത്. ബട്ട് പുള്ളിക്കാരൻ പൂട്ട് വീണത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഓവർ സെക്ഷലൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ്സ്, ലൈക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് അത് വയലേറ്റ് ചെയ്ത സമയത്താണ് ഇത് മെയിൻലി ഇങ്ങയുടെ ചാനൽ അടിച്ചു പോയത്. അപ്പം ഇങ്ങയുടെ ചാനൽ 2019 സെപ്റ്റംബർ 2 അടിച്ചു പോയത്, കണ്ടില്ല, ഷഡൗൺ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ ലിങ്ക് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ആണ്ടേ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ചാനൽ കാണാൻ പറ്റും. ഇപ്പം ഫിനിക്സിനോ എന്ന് പറഞ്ഞ ആരോ ആണ് ഇപ്പോൾ ആ ചാനൽ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്ത് സംഭവം അറിയത്തില്ല. ആണ്ടേ ഇതിൽ നമ്മൾ ആ നേരത്തെ എടുത്ത വെബ്സൈറ്റിൽ നോക്കുന്ന സമയത്ത്, വിക്കിട്യൂബിയിൽ നോക്കുന്ന സമയത്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്താണ് പുള്ളിക്കാരൻ്റെ ചാനൽ പൂട്ടിപ്പോയത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, പക്ഷേ 3 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ബട്ട് അതിൻ്റെ പണ്ടത്തെ ആ ചാനലിൻ്റെ പേരില്ല, പ്രാങ്ക് ഇൻവേഷൻ എന്നുള്ള പേരില്ല, അതിൻ്റെ അകത്തുള്ള കണ്ടന്റിലോ ഒന്നുമില്ല, എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പം മേ ബി ആർക്കെങ്കിലും കൊടുത്തതായിരിക്കും, അല്ല എന്താ സംഭവം നമുക്കറിയത്തില്ല ചാനൽ. ഓക്കെ, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു ചാനലിൻ്റെ അകത്തുള്ള കണ്ടന്റ് ഒന്നും ഇപ്പോൾ കാണാൻ കഴിയില്ല. ഓക്കെ, ഓൾറെഡി ആണ് യൂട്യൂബ് ഫുള്ളി റിമൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നമ്മളൊരു കാര്യം ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് ആരെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലത്തുള്ള സൈറ്റുകൾ അച്ചീവ് ചെയ്ത് വെച്ചിരിക്കും, മെയിൻലി ഈ ബേബാക്ക് മെഷീൻ പോലുള്ള. അതുകൊണ്ട് ഇൻ്റർനെറ്റ് നമ്മൾ എന്തൊരു അപ്ലോഡ് ചെയ്യുമ്പോഴും അത് അവിടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും, ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതൊരു ഫാക്റ്റാണ്. ഇപ്പം ഞാൻ തിരിച്ച് വേബാക്ക് മെഷീനിലോട്ട് വരുന്നു. ഇപ്പോൾ ഓൾറെഡി എനിക്ക് എന്താണ് അതിൻ്റെ ആ ഒരു ലിങ്ക് എൻ്റെ കിട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ, അത് നമുക്കൊന്നും കൂടി അവിടെ പോയിട്ട് ഒന്നും കൂടി പ്രൊഫൈലിൽ നിന്ന് കോപ്പി ലിങ്ക് കൊടുക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വേബാക്ക് മെഷീനിൽ കൊണ്ടിടുന്നു. ഓക്കെ, നമുക്ക് ഇപ്പോൾ ലോഡാവുന്ന കാണിച്ചു തരാം. കണ്ട, ഇപ്പം നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു കലണ്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിച്ചു. ഈ കലണ്ടർ എന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 1995 മുതലുള്ള 1996, ഏകദേശം 1995 തൊട്ട് 1996 വരെയുള്ള നമുക്ക് കാണാൻ പറ്റും. ഇപ്പം 1996 ആ ഒരു ചാനലില്ല, ഏകദേശം 2012 അപ്പോഴൊന്നും ആക്റ്റീവ് അല്ല, 2014, 15, 16 ഈ സമയത്തൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വേബാക്ക് മെഷീനിലെ ആൾക്കാർ വന്ന് എൻ്റെ സ്നാപ്ഷോട്ട്സ് എടുത്ത് സേവ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, ഇത് നമുക്ക് കാണാൻ പറ്റും 2018, 19 ആ ഒരു സമയത്താണ് ഈ ഒരു വെബ്സൈറ്റ് കൂടുതൽ ഇതാകാൻ തുടങ്ങിയത്. അതെ, വെബ്സൈറ്റ് അല്ല, ഈ ഒരു യൂട്യൂബ് ചാനൽ ഭയങ്കര രീതിയിൽ വളർന്നു വന്നു തുടങ്ങിയത്. അപ്പം നമുക്കതിൻ്റെ നോക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്നാപ്ഷോട്ട്സ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്തുള്ള നോക്കാം. ഇപ്പം ഞാൻ ഒരു നവംബർ 2018 നോക്കുന്നത്. ഓക്കെ, സ്നാപ്ഷോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിലൂടെ ഞാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ഇത് കുറച്ച് സ്ലോ ആണ്. ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഒസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പല പല ടൂൾസും ഉണ്ട്. അതായത് ഈ വേബാക്ക് മെഷീൻ്റെ API യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, അതായത് നമുക്ക് ഇതേപോലെ ഇൻഫോർമേഷൻ എടുക്കാൻ പല പല ടൂൾസും ഉണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റും, പണ്ടത്തെ യൂട്യൂബാണ്, ഏകദേശം 2018 യൂട്യൂബാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മളിപ്പം ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്യാൻ അതിൻ്റെ കുറച്ച് കാണുന്നുള്ള വേറെ എന്തോ പേരായിട്ടുണ്ട്. ബട്ട് നമ്മൾ ഈ ഒരു വേബാക്ക് മെഷീനിലേക്ക് തിരിച്ചു വന്നപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാങ്ക് ഇൻവേഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും അതിൻ്റെ അകത്തുള്ള കണ്ടന്റുകളും നമുക്ക് കാണാൻ പറ്റും. ചില വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാനും പറ്റും, പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. മോസ്റ്റ് ഓഫ് ദ വീഡിയോസും പ്ലേ ആവും. ഓക്കെ, പ്ലേ ചെയ്യാൻ പറ്റും. ഇതിപ്പം കുറച്ച് ലോഡാകാൻ കുറച്ച് ടൈം എടുക്കും, അത്യാവശ്യം സ്ലോ ആണ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് പണ്ടത്തെ യൂട്യൂബ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഇതേപോലെ ഈ ഡിലീറ്റ് ആയി പോയ സോഷ്യൽ മീഡിയ പേജസ്, ചിലപ്പം ചില സോഷ്യൽ മീഡിയ പേജസ് ലൈക്ക് കൂടുതൽ കാണുന്നതാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില ചില പേജസുകൾ എന്തിനാണ് ഇതേപോലെ സ്കാമുകളൊക്കെ നടത്തിയിട്ട് ഓടിപ്പോകുന്ന പരിപാടിയുണ്ട്. പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ഡിജിറ്റൽ ഡിവിഡൻസ് പോലെയുള്ള. പക്ഷേ അവിടെയുള്ള സമയത്ത് ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ ചില സമയത്ത് ഇതേപോലെ സ്ക്രീൻഷോട്ട്സ് അഥവാ സ്നാപ്ഷോട്ട്സ് എടുത്ത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അതിനെക്കുറിച്ചുള്ള കണ്ടൻറ്റൊക്കെ കാണാൻ പറ്റും. ഡിലീറ്റ് ആയിപ്പോയ വീഡിയോസ് ലൈക്ക് ഡിലീറ്റ് ആയിപ്പോയ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ പുതിയ കണ്ടന്റ് ഞാൻ ഇനി കൊണ്ടുവരുന്നതായിരിക്കും. കാരണം ഞാൻ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പം സൈബർ സെക്യൂരിറ്റി ഈസ് എ വാസ്റ്റ് ഏരിയ ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസും കൂടിയാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്നുള്ളത്. അപ്പം നമുക്കൊരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.